എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ മാറാഞ്ചേമ്പിന്റെ അടുത്താണ്. അപ്പൊ മാറാഞ്ചേമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചേമ്പാണ്. അപ്പൊ നിങ്ങൾ ഈ ചതുപ്പ് നിലങ്ങളിലും ഈ പാടത്തൊക്കെ ഇതേപോലത്തെ ഇലകളുള്ള ചേമ്പ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റൂല. ഈ ചേമ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് കറി വെക്കാനും ചിപ്സ് ഉണ്ടാക്കാനൊക്കെ എടുക്കണ ചേമ്പാണ്. ഇതിങ്ങനെ സാധാ ചേമ്പല്ല, അടിയിൽ ചേമ്പ് തല്ലുണ്ടാവണത്. ഇതിങ്ങനെ കണ്ട മുകളിലോട്ടാണ് ഇത് വളരണത്. ഇതിങ്ങനെ നല്ല ഉയരത്തിൽ വർഷങ്ങൾ കഴിയുന്തോറും ഇതിങ്ങനെ ഉയരത്തിൽ വളർന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ ഭാഗമാണ് നമ്മ കഴിക്കാനായിട്ട് എടുക്കണത്. പിന്നെ നമുക്കിത് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിന്റെ ഇലകളുടെ ഇപ്പൊ ഈ ഇല കണ്ടില്ലേ, ഇലകളുടെ അടിയിലെ തണ്ട് കണ്ട, ഈ തണ്ട് നമുക്ക് ചെവി വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ തണ്ട് പിഴിഞ്ഞിട്ട് നീരൊരു 4 തുള്ളിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദനക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ വാതരോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ കുഴിനകത്തിന് ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാ ഈ മാറാഞ്ചേമ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുഴിനകുള്ള ഭാഗത്ത് കണ്ട ഈ ഇലയുടെ തണ്ട് കണ്ട, ഇതൊരു പീസ് എടുത്തിട്ട് കുഴിനകുള്ള ഭാഗത്ത് നമ്മ വച്ചിട്ട് കെട്ടി വെക്കേ അല്ലെങ്കിൽ വെറുതെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. കുഴിനകത്തിന് നല്ലൊരു ഒറ്റമൂലി തന്നെയാണ്. അപ്പൊ നമ്മുടെ വീട്ടില് മാറാഞ്ചേമ്പ് നമുക്ക് കണ്ട ഇത് നട്ടുപിടിപ്പിക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മ ചേമ്പ് നട്ട് കഴിഞ്ഞാല് നമുക്ക് തൈകൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. ഇതേപോലെ തൈകൾ വരും. ഇതിന്റെ തടത്തിന്നൊക്കെ പൊട്ടി വന്നണ്ട, ഇവിടെ നിന്നൊക്കെ വന്നണ്ട. അല്ല എങ്കിൽ ഞാനിതെങ്ങനെ നട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാർഷിക മേളക്ക് പോയപ്പോ ഒരു പീസ് ചേമ്പ് മേടിച്ചുകൊണ്ടെന്ന് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഈ മാറാഞ്ചേമ്പ് മേടിക്കാൻ കിട്ടൂല കേട്ടാ. അപ്പൊ അങ്ങനെ നമ്മ ആദ്യം നട്ടുപിടിപ്പിച്ച ഒരു പ്രാവശ്യം നട്ടുപിടിപ്പിച്ചാൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് നമുക്കിത് കൃഷി ചെയ്യാം. അപ്പൊ നമുക്കപ്പൊ ഇതൊന്ന് വിളവെടുക്കാം. അപ്പൊ ഇതിപ്പോ 1.5 വർഷത്തെ മാറാഞ്ചേമ്പാണ്. ഇത് ഇനിയും ഒരുപാട് വളരോട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ നിൽക്കുന്ന ചേമ്പ് നമുക്ക് കഴിക്കാൻ പറ്റൂല. കാരണം അതിന്റെ തണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലായിരിക്കുള്ളൂ. അത് നമുക്കൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നട്ടു വളർത്താൻ വേണ്ടി മാത്രം പറ്റുള്ളൂ. നമുക്ക് കഴിക്കാനൊന്നും പറ്റൂല. അപ്പൊ നമുക്ക് വിളവെടുക്കാം. കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. അപ്പൊ കണ്ട ഈ വെളുത്ത ഭാഗം കണ്ടില്ലേ, ഇത് ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് കറി വെക്കാം. ചേമ്പ് എന്തിനൊക്കെ ഉപയോഗിക്കും, പുഴുങ്ങി കഴിക്കാനായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പായസം വെക്കാം. എല്ലാത്തിനും പറ്റിയാണ്. കാരണം മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാണ്. ഇതേപോലെ നമുക്ക് ഒരുപാട് പീസ് കിട്ടും. കണ്ട ഇതിപ്പോ 1.5 വർഷം കൊണ്ട് ഇത് ഇത്രയും കണ്ട, നല്ല വെയിറ്റുമാണ്. സാധാ ചേമ്പ് നല്ല വെയിറ്റുമാണ്. അപ്പൊ നമുക്ക് കണ്ട മാറാഞ്ചേമ്പൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്യാം. കണ്ട നമുക്ക് ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ തോലൊക്കെ കളയാം. ഇതേപോലെ നമുക്ക് തോലൊക്കെ ചുറ്റി കളഞ്ഞിട്ട് അപ്പൊ നമ്മ തോലൊക്കെ കളഞ്ഞ് പീസാക്കി ഇനി നമുക്ക് ചിപ്സിന് വേണ്ടി അരിയാം. കാരണം ഇതേപോലെ ആണ് നമുക്ക് അരിയേണ്ടത്. നമ്മ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യൂലേ, അതിൽ വെച്ച് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് കറിയൊക്കെ വെക്കാട്ടോ, കറി വെക്കാം. ചേമ്പ് നമ്മ എന്തിനൊക്കെ എടുക്കണോ അതേപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. ഇതേപോലെ കണ്ട നമുക്ക് ഏതാകൃതിയിൽ വേണമെങ്കിലും അരിയാട്ടോ. നമ്മ ഈ എടുക്കണ പീസ് അനുസരിച്ചാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് ചെറിയ പീസൊക്കെ മതിയെങ്കിൽ
നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ നമുക്ക് വലിയ പീസൊക്കെ നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതാക്കി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയില് വറുത്ത് കോരി എടുക്കാം. എന്നിട്ട് നമുക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മുളക് പൊടി ഉപ്പും കൂടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. കണ്ട ഇതേപോലെ പീസുകളാക്കി എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് ഉള്ളതും കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ മാറാഞ്ചേമ്പിന്റെ തൈകളൊക്കെ നിങ്ങൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. കണ്ട നമുക്കൊരു കൊച്ചു പീസ് എടുത്തിട്ടാണ് ഇത്രയും തന്നെ കിട്ടിയേക്കണേ. ഇനി നമ്മ വേറെ ഒന്നും കട്ട് ചെയ്ത് തന്നെ ഇവിടെ ഇരിക്കണേന്. ഇഷ്ടം പോലെ കിട്ടും നമ്മ ഒരു പീസ് എടുത്തു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതാന്ന് പറഞ്ഞത്. ഇത് കാണാൻ നല്ല ഭംഗിയാ നിക്കണത് കാണാനായിട്ട്. പിന്നെന്ന് വെച്ചാൽ അതിന്റെ എല്ലാം നമ്മ പറയില്ല ഒരുപാട് അസുഖങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കണതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചേമ്പ് തന്നെയാണ് ഈ മാറാഞ്ചേമ്പ്. അപ്പൊ നമ്മ കട്ട് ചെയ്ത മാറാഞ്ചേമ്പ് വെച്ചിട്ട് കണ്ട നമ്മ അടിപൊളി ചിപ്സ് ഉണ്ടാക്കി. ഇതൊരു കൊച്ചു കഷ്ണത്തിന്റെ കണ്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ആണ്. കണ്ട നമുക്ക് നോമ്പാരം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റൂല. നല്ല ക്രിസ്പിയാണ് കണ്ട. അപ്പൊ നമുക്ക് ചെറിയ പീസ്, അപ്പൊ നമുക്ക് ചെറിയ പീസ്, ഇതൊരു കൊച്ചു പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടും, പീസ് കിട്ടും ഒരു ചേമ്പിന്റെ പീസിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്കിനി ഇത് കണ്ട എല്ലാവരും മാറാഞ്ചേമ്പൊക്കെ വീട്ടിൽ കൃഷി ചെയ്തോ ഇതേപോലെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനും കണ്ട നല്ല നല്ല ഒച്ച കിട്ടില്ലേ, കിലുങ്ങണ ഒച്ച. ഇതേപോലെ നമുക്ക് ചിപ്സും വറുക്കെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കറി വെക്കാം, നമുക്ക് പുഴുങ്ങി കഴിക്കാം. എല്ലാവരും വീട്ടിലൊരു മാറാഞ്ചേമ്പും കൂടി നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.